നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നാടിൻ്റെ അവരുടെ അത്യാവശ്യ ഘടകമായ വഴി എന്ന വഴി പ്രശ്നത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഈ കാണുന്നത് ഒരു റോഡാണ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്കിത് റോഡാണെന്ന് തോന്നുന്നില്ല, കാരണം ഇത് കുളം എന്ന് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. ഇരു സൈഡുകളിലും അതീവമായ കാടിൽ എന്തായാലും പാമ്പ് തുടങ്ങിയ ജന്തുക്കൾ കാണുമെന്ന് ഉറപ്പാണ്. ഈ വഴിയാണ് അമ്മമാർ, പെങ്ങന്മാർ, നമ്മുടെ കുട്ടികൾ, മുതിർന്നവരെല്ലാം നടന്നു പോകുന്ന വഴിയാണ്. അവർക്ക് നടന്നു പോകാൻ തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ വണ്ടി പോകുന്ന കാര്യം പറയണം. കാരണം അതീവ ദുരിതാവസ്ഥയാണ് ആ റോഡിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, വെള്ളക്കെട്ട്, ചെളി, വണ്ടിയിൽ പോകുമ്പോൾ സ്ലിപ്പാവുന്നു. ഞാനും പലപ്പോഴും ഇതുവഴി പോകുന്നതാണ്. എനിക്ക് തന്നെ ഒട്ടനവധി അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വഴി സഞ്ചരിച്ചപ്പോൾ തന്നെ. രാത്രി കാലങ്ങളിലാണ് ഏറെ ബുദ്ധിമുട്ട്. കുഴിയൊന്നും കാണാൻ കഴിയില്ല. വെള്ളം കിടന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വർഷങ്ങളായി ഇത് അനുഭവിക്കുകയാണ്. എന്നിട്ട് പോലും ആരും ഇവർക്ക് വേണ്ടി ഒന്ന് ഇടപെടാനോ സംസാരിക്കാനോ ആരും ചെല്ലുന്നില്ല. അവർ പല വാതിലുകളും മുട്ടി നോക്കി ആർക്കും ഒരു എന്താ പറയുക, ഒരു കേട്ട ഭാവം നൽകാത്തൊരവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ്, അത്യാവശ്യം എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ കേസ്, എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുകയോ അല്ലെങ്കിൽ വയസ്സായ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി പോലുമില്ല. ഇതിനേക്കാളും ദയനീയ അവസ്ഥയായിരുന്നു. അപ്പം അവർ നാട്ടുകാർ ചേർന്ന് ഇടയ്ക്ക് എന്തോ കുറച്ച് മണ്ണൊന്ന് തട്ടി ഒന്ന് ലെവൽ ചെയ്തായിരുന്നു. പക്ഷേ അതിനൊന്നും കഥയില്ല. ഇത് നല്ല ഒരു കോൺക്രീറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇതിന് പാരലായിട്ടുള്ള ഒരുപാട് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ ഒരു റോഡ് മാത്രമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ അർഹതപ്പെട്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി കൊള്ളണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം വഴി എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമാണ് എല്ലാവർക്കും. അപ്പം നമുക്കത് ചെയ്ത് കൊടുക്കേണ്ട നമ്മളെ കടമയാണ്. നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിമങ്ങോട് നിന്ന് കൊല്ലരകോണം പോകുമ്പോൾ മുക്കാംതോട്ടിൽ നിന്ന് ഇടത്തോട്ട് പുള്ളിവട്ടം ഏലാക്കര റോഡാണിത്. എന്തായാലും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഇതിനൊരു നടപടി കൈക്കൊള്ളണമെന്ന എൻ്റെ വിനീതമായ ഒരു അപേക്ഷയാണ്. ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ ബൈ.